അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അമ്മാ ബഅദ്. ഫറഹുർ റബീഅ് 14. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശക്തമായ എതിർപ്പിടെ ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ദഅവ പ്രബോധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ആ ദഅവത്ത് ആ പ്രബോധന അതിങ്ങനെ മുന്നൽ പോയോണ്ടുണ്ട്. അള്ളാഹുടെ മഹത്തായ തൗഫീഖ് കൊണ്ടിട്ടു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ശക്തമായ പ്രവർത്തന കാരണത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത ഒരു സന്തോഷമായിട്ട് ഹിജ്റ 6-ാമത്തെ വർഷം, നുബുവത്ത് 6-ാമത്തെ വർഷത്തിൽ മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്കുള്ള ആ ഒരു ഇസ്ലാം സ്വീകരിച്ച ഒരു സന്ദർഭം, അത് വലിയൊരു സന്തോഷമായി പോയിത്ത്. അത് ഇന്നലത്തെ ക്ലാസ്സിൽ നാം കേട്ടല്ലേ. അതേ തിങ്കളിൽ വെറും 3 നാൾ കഴിയുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നൊരു വലിയൊരു സന്തോഷ, ഇടീ ഇസ്ലാം സാമ്രാജ്യത്തിക്ക് വലിയൊരു ഇസ്സത്ത് കൊണ്ടോ ഒരു വലിയൊരു മഹാൻ പരിശുദ്ധമായ ഇസ്ലാമിക്ക് കടന്നു വന്നിട്ടുണ്ട്. 3 നാളത്തെ ഗ്യാപ്പുള്ളൂ. സുബ്ഹാനല്ലാഹ്. അതായത് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കോ 2-ാമത്തെ ഖലീഫ. സുബ്ഹാനല്ലാഹ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ಬಗ್ಗೆ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നന്ദ്ര മൻ സലക ഉമറു ഫജ്ജൻ സലക ശൈത്താനു ഫജ്ജൻ ആഖർ. ഉമർ റളിയല്ലാഹു അൻഹു ഒരു തെരൽ കടന്നെങ്കിൽ ശൈത്താൻ വേറെ തെരൽ കടക്കും. മനുഷ്യന്മാർക്ക് കാണാത്ത ഒരു ജീവിയല്ലേ ശൈത്താൻ. ആ ജീവി പോലും ഉമർ റളിയല്ലാഹുവിൻ്റെ മുന്നിൽ പേടിച്ചിര എന്നെങ്കിൽ അത് വലിയൊരു അത്ഭുത. അപ്പോൾ അത്രയും ഒരു ധീരനും ഒരു ഈമാനുള്ള ഒരു മനുഷ്യനാ ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുടെ ഇസ്ലാമിക് എൻട്രി, അത് ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു എൻട്രിക്ക് വെറും ആഫ്റ്റർ 3 days 3 നാൾ കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ കണ്ടു. ഇത് നുബുവത്ത് 6-ാമത്തെ വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബേജാറിൻ്റെ ഇടയിൽ കിട്ടിയ ഒരു സന്തോഷം. ഒരുപാട് ബേജാറുകൾ അവിടെ അല്ല, ശത്രുക്കൾ ഇടങ്ങേറുകൾ, നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്ക് വല്ലാത്ത അക്രമ, ഈ അക്രമ സൈക്കോ തീരാണ്ടായിട്ട് ഹബശത്തേക്ക് പോകണ്ടോ. ഇതെല്ലാം ഇടയിൽ വലിയൊരു സന്തോഷം കിട്ടിയ ഒരു വിഷയമായിട്ട് ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ചെണ്ട ഒരു സിംഹം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെണ്ട ഒരു പിലിയും, ഈ 2 മഹാന്മാർ പരിശുദ്ധമായ ഇസ്ലാമുക്ക് വന്നിട്ടുള്ളാർ. വലിയൊരു സന്തോഷ. എങ്ങനെ ഇസ്ലാമുക്ക് പണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പണ്ട് സന്ദർഭം എന്തോ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പണ്ട് സന്ദർഭ അത് വേറെന്തുമല്ല, ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ഇസ്ലാമുക്ക് ബറലോടുകൂടി ആകെ ടെൻഷനായി പോയിത്ത്. ശത്രുങ്ങ ആകെ ടെൻഷനായിട്ട് എന്തെല്ലാം ആയിപ്പോയാർ. അവസാന ശത്രുങ്ങ ഇനി തീരുമാനിക്കാൻ ഇനി ഏതായാലും നമുക്ക് ഉലികാലില്ല. ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെറോൾ നിണ്ടെത്ത ഇനി നമുക്ക് ഉലികാലില്ല അങ്ങ് ഉറപ്പിക്കിടാർ. അപ്പോൾ ഇനി എന്താക്കണോ, ഇനി എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തലക്ക് വിലകെട്ടല്ലാണ്ട് വേറെ തെരുവില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉള്ള ആ ഒരു മീറ്റിങ്ങിൽ ഒരു തീരുമാനമുണ്ട്. അതെന്തോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തല ആരെടുത്തുന്നാറാ 100 വട്ട ഇനാം ഫ്രീ. സുബ്ഹാനല്ലാഹ്. അങ്ങ് കേട്ടതെല്ലാം കൊടുക്കാണ്ട് ഇനി വേറെന്ത് മാർഗ്ഗമില്ല. നബി തങ്ങളോ തലതണ്ട, നബി തങ്ങളെ തലയ്ക്ക് വില കെട്ടെങ്കിൽ മാത്രം ഇവിടെ നടക്കൂ ചെന്നിട്ട് അണ്ടത്തെ മീറ്റിങ്ങിൽ പാസ്സാക്കിയിട്ട് അത് ഏറ്റെടുത്ത ആൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫസ്റ്റിಗೆ ദ്വാരുന്നത് അതേപ്പാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതേപോലെ സ്വഹാബത്തും വല്ലാത്ത ആക്രമിക്കുന്ന ടൈമിലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദുആയിന്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബി അഹബ്ബി ഹാദൈനി റജുലൈനി ഇലൈക. ജണ്ടാല കാട്ടിയിട്ട് ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, പിന്നെ ഒന്ന് അംർ ഇബ്നു ഹിഷാം ചെണ്ട അബൂ ജഹൽ.
ജണ്ടാലും വലിയ ധീരന്മാരായിട്ട് നടന്നു എന്നല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ധീരന് ചെല്ലത് ഖൈറുക മാത്രം, ആരോ ആക്രമിക്കുക പോയോണ്ടില്ലത്. പാവപ്പെട്ട ആൾമാർ ആരെങ്കിലും ആക്രമിക്കുമ്പോൾ അങ്ങനെ തടയുക പോയോണ്ടിന്നൊരു ധീരനായിട്ടിന്ത്. അബൂജഹൽ ചെണ്ട ഈ അമ്രുബിന് ഹിഷാം ചെണ്ട മനുഷ്യ അവൻ അങ്ങനല്ല, അവൻ വെറും ദരോടെക്കോറ, വെറോ റൗഡിസം. ആരെങ്കിലും പാവപ്പെട്ട ആൾമാരോ സ്വത്ത് ലൂട്ടിയാക്കിക്കൊണ്ടും അങ്ങനെ ആക്രമിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യനായിട്ടിക്കിട് അബൂജഹൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ജണ്ടാല കാട്ടിയിട്ട് അള്ളാഹുരുടെ ദ്വാരക്കർ പടച്ചവനെ ഈ ജണ്ടാലിന് നിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാറ്, അങ്ങനെ കൊണ്ട് ഇസ്ലാമു നീ ഇസ്സത്ത് തരണോ, ഇസ്സത്ത് കൊടുക്കണോണ്ട്. അപ്പോൾ ഏതായാലും ജണ്ടാലും ഇസ്ലാമുക്ക് ബണ്ടില്ലാച്ചുള്ളത് ഉറപ്പു, ഇല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ ദ്വാരക്ക്. ഈ ജണ്ടാലും ഇസ്ലാമ് കൊടുത്തിട്ട് ഇസ്ലാമുക്ക് ഇസ്സത്ത് തരണമെന്ന് ചെന്നിട്ടല്ലേ ദ്വാരക്കനായത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഉറപ്പിന്ത് ഈ മനുഷ്യൻ എന്തായാലും. കാരണം ഈ ആരാറെ സ്വത്ത് തിണ്ടിട്ട് ആരാറെ ആക്രമിച്ച് നടക്കണവനക്ക് ഹിദായത്ത് കിട്ടുക ഭാരി കുറവടി, അവന് ഈമാനില്ലാണ്ടേ പോണ്ടോ യാറും. അതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൂചനമേ ഉമർ റളിയല്ലാഹു അൻഹു. കാരണം എല്ലാവരും സഹായിക്കുന്ന ഒരു ധീരനായിട്ട് ഇന്ന് മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അള്ളാഹു വിട്ടുപോട്ടു പടച്ചവനെ ഐസൽ ഇസ്ലാം ബി അഹബ്ബി ഹാദൈനി റജുലൈനി ഇലൈക, പടച്ചവനെ നിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജണ്ടാൽ ആറ്, അയാളെ കൊണ്ട് നീ ഇസ്സത്താക്കണം ഇസ്ലാം പോകുന്നു കണ്ട. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിട്ട് ആ ദുആക്ക് ഉത്തരം കിട്ടു. പിന്നെ മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഖുറൈശികളെ ഈ ഒരു ഇനാം പ്രഖ്യാപനത്തോ ഇതിനെ ഏറ്റെടുക്കരുത്. ഖാന ഉമറു മിൻ അഷദ്ദിന്നാസി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ശത്രുത ഇന്ന ഒരാളായിട്ട് കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫഖറജ ദാത യൗമിൻ മുതഖല്ലിദൻ സൈഫഹു യുരീദു ഖത്ലഹു. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തലെടുക്കുവാനായിട്ട് വാളും വീശിട്ട് ഇങ്ങനെ ബണ്ട് ടേമിലായിട്ട് ഇങ്ങോട്ട് തെറിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട നുഐമ് ബിൻ അബ്ദുല്ലാ ചെണ്ട ഒരാളെ കണ്ടുമുട്ടു. നുഐമ് ബിൻ അബ്ദുല്ലാ ചെണ്ട ഒരാളെ കണ്ടുമുട്ടിയപ്പോൾ ഫഖാലു അഫല അദുല്ലുക അലാൽ അജബ്, നുഐമ് ബിൻ അബ്ദുല്ല കേക്കടെ എവിടെ പോണ്ട നീ കാണ്ട്. അപ്പോൾ ചെല്ല ഞാൻ മുഹമ്മദ് തലെടുക്കുവാനായിട്ട് പോണ്ടോ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ നുഐമ് ബിൻ അബ്ദുല്ലാ ചെണ്ട ആൾ ചെണ്ട് അഫല അദുല്ലുക അലൽ അജബ്, ഇതിരകാന വലിയൊരു അത്ഭുതം നിൽക്ക് താൻ ചെന്തരട്ട നിൽക്കുന്നുണ്ട്. അതെന്തോ അന്ന ഖത്നക സഈദ് ബിൻ സെയ്ദ് വ ഉഖ്തക ഫാത്തിമ ബിൻതുൽ ഖത്താബ് ഖദ് അസ്ലമ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആരമ തലെടുക്കലേക്ക് മുതലു ഫസ്റ്റ് നിങ്ങൾ ഔത്രസമാക്കറു. നിങ്ങളെ പെങ്ങൾ ഫാത്തിമ ബീബിയും അതേപോലെ അയാളെ അയിമയുടെ മാപ്പിള നിങ്ങളെ അലിയ ബഹുമാനപ്പെട്ട സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ജണ്ട ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് ഇസ്ലാമുവാനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടുള്ളാറ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പൊട്ടുകൊണ്ട് നിങ്ങൾ നബി തങ്ങളെ തലെടുക്കുക പോയെങ്കാവാണ്. ഇയാൾ ആകെ അർസമുണ്ട്. സുബ്ഹാനല്ലാഹ്. നിൻ്റെ ഔത്തിൽ ഇങ്ങനെയുള്ള നടന്നുകൊണ്ടുണ്ടാ, നിൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടുണ്ടാ എന്നിട്ട് ഫാസറ മുഗ്ലബൻ ഇലൈഹിമ, അർസത്തിൽ ഇയാൾ എന്താക്കട്ട് തുള്ളിട്ട് ഓടും. അങ്ങനെ പോയിട്ട് പെങ്ങളൗത്ത് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അവിടെ ഈ പെങ്ങൾക്കും പെങ്ങളെ മാപ്പിളക്കും പരിശുദ്ധ ഖുർആൻ പഠിപ്പാട്ടിട്ടുള്ളോ ബഹുമാനപ്പെട്ട ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു. മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു അവിടെ ഖുർആൻ പഠിപ്പാട്ടിട്ടുണ്ട് പെങ്ങൾക്കും പെങ്ങളെ മാപ്പിളക്ക്. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഇത് ഈ സൗണ്ട് കേൾക്കട് പറത്തിൽ വക്കാനു യഖറഊനൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതുന്നത് കേൾക്കട് ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ബായിൽ മുട്ടലോട് കൂടി ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഔത്തുകൾ ഗോഞ്ച് തയ്ക്കറ്. ആ ടൈമിൽ ഇസ്ലാം പരസ്യമായിട്ട് വന്നിട്ടില്ല. ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ യുദ്ധത്തുക്കുള്ള ആഹ്വാനം കിട്ടിയിട്ടില്ല, സമ്മതം കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടിട്ടു ആ സന്ദർഭത്തിൽ അങ്ങനെ മേയാക്കണമല്ലാണ്ട് വേറെ തെരുവില്ല. ബഹുമാനപ്പെട്ട ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഒഞ്ചി തയ്ക്കറ്. ഒഞ്ചി തെച്ചപ്പോൾ ആ വാഖഫത്ത് ഫാത്തിമത്തു സഹീഫത്തുൽ ഖുർആൻ, ബഹുമാനപ്പെട്ട ഫാത്തിമ ബിൻതുൽ ഖത്താബ് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ എന്താക്കട് ഖുർആൻ്റെ ആ ഏഴര പരിശുദ്ധ ഖുർആൻ ഉണിപ്പാട്ടി വയ്ക്കറ്. ഇയാൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ലല്ലേ, അപ്പോൾ ഇയാളെ കയ്യിൽ കൊടുക്കുമ്പോൾ അത് അപവിത്രമായി പോകും. ചെന്നിട്ട് അതിനെ എടുത്തു വയ്ക്കറ്. അങ്ങനെ ഫാത്തിമ എതിർപണ്ട് ബായിൽ തുറക്കിട്. ബായിൽ തുറന്നിട്ട് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബായിൽ തുറന്നവർക്ക് പെങ്ങളോട്ട് കേൾക്കറ് എന്തൊരു ശബ്ദം കേട്ടോണ്ടിന്ന് ഇതിലൊഴുകാൻ. അപ്പോൾ ഫാത്തിമ അതേപോലെ ഫാത്തിമയുടെ മാപ്പിള ബഹുമാനപ്പെട്ട സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ജണ്ടാലും അത് അല്ലസല്ലാക്കിയിട്ട് അപ്പറിപ്പറാക്കിയിട്ട് വിടുறாரு. പക്ഷേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹു ഹിദായത്തിട്ട് കൊടുക്കുള്ളൊരു സബബാവണല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു ബുഡിൽ ഹട്ട പിടിക്കരുത്. അങ്ങനെ അവസാന എങ്ങനെ ചെല്ലാണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫാത്തിമയുടെ മാപ്പിള കടിക്കരുത്. സുബ്ഹാനല്ലാഹ്.
മാപ്പിളക്ക് അടിക്കുമ്പോൾ അപ്പ ഫാത്തിമ ബിന്ത് പെങ്ങൾക്ക് അത് സഹിക്കില്ല. മാപ്പിളുടെ പിന്നെ ആക്രമിക്കുമ്പോൾ ഒരു കാലത്തും ഒരു പെഞ്ഞയ്ക്ക് എപ്പോഴും സഹിക്കുക സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഫാത്തിമ എന്താക്കട്, ഫാത്തിമ ഇതിനെ എതിർക്കിട്. ആങ്ങളൊട്ടിക്ക് എതിർത്തിട്ട് അഡ പോകുമ്പോൾ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹുവിൻ്റെ മോത്തുക്ക് അടിപൊളു. അങ്ങനെ മോത്തിൽ ചോര വന്നിട്ടാവുമ്പോൾ അവിടെ പിന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ പിന്നെ ആശ മുറിഞ്ഞിട്ട് ചെല്ല്, ഇനി എന്തായാലും പുടകില്ല. നാം ഖദ് അസ്ലംനാ വ ആമന്നാ ബില്ലാഹി വ റസൂലിഹി ഫസ്ന മാ ബദാലക. ജണ്ടാലും ഒട്ടിക്ക് ചെല്ലാറ് മാപ്പിളം പിഞ്ഞ് ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചിര മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അനുയായിയുടെ ഞങ്ങൾ അതുകൊണ്ടിട്ട് നീ എന്ത് വേനാക്കണമെങ്കിൽ ആക്കുകയുണ്ട്. അത്ര ആകുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഡൗൺ ആവുള്ളൂ. കാരണം ഏതായാലും പെങ്ങളല്ലേ, എന്തായാലും ഒരു പെങ്ങളെ മാപ്പിളല്ലേ, പെങ്ങളും പെങ്ങളെ മാപ്പിളക്കായ കൊടുക്കണായ ഒരു റെസ്പെക്റ്റ്, അത് ഒരു മനുഷ്യത്വമല്ലേ. അപ്പോൾ ആ മനുഷ്യത്വത്തിൽ, കാരണം ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെല്ലാൽ ഒരു അക്രമി ജീവിയല്ല. ആരും ആക്രമിക്കടോ ആരെങ്കിലും ഒരു ബഹുമാനം കൊടുക്കാത്ത റെസ്പെക്റ്റ് കൊടുക്കാത്ത മനുഷ്യനല്ല. ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും പാവത്തങ്ങൾ ആക്രമിച്ച ആളും അല്ല. ഉമർ റളിയല്ലാഹു അൻഹു ആരെങ്കിലും പാവങ്ങളെ ഉപദ്രവിച്ചെങ്കിൽ അവിടെ പോയിട്ട് അക്രമികളെ തടഞ്ഞുകൊണ്ടിരുന്ന ഒരു ധീരനായ മനുഷ്യനായിട്ടിക്കിട്. അപ്പോൾ ഏതായാലും പെങ്ങളും പെങ്ങളെ മാപ്പിൾ ജണ്ടാലും ഹട്ടത്തിൽ നിൽക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വിചാരിക്കുന്നത് സമല്ല ഞാൻ ആക്കിടത്, എന്തായാലും നിങ്ങളൊട്ടിക്ക് ഇതിൻ്റെ വിശദീകരണം കേൾക്കാൻ ചെന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഡൗൺ ആവുള്ളൂ. അങ്ങനെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ബേജാറാവുള്ളൂ, പെങ്ങൾക്കും മാപ്പിൾക്ക് അടിച്ചല്ലെന്നാണ് ഖേദിച്ച് മടങ്ങിട്. സഹോദരിയുടെ എൻ്റെ പെങ്ങളെ മോത്തിൽ ചോര കാണുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സാകെ പൊട്ടു. സുബ്ഹാനല്ലാഹ്, പെങ്ങൾ കടിച്ചിട്ട് മോത്തിൽ ചോര വെറുപ്പാട്ടിയല്ലെന്നാണ് ചെല്ലോ. ഒരു ടെൻഷനും ഒരു ബേജാറും ഉമർ റളിയല്ലാഹു അൻഹു ആവുള്ളൂ. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ലാസ്റ്റിക്ക് ചെല്ല്, അറൂനി ഹാദൽ കിതാബ്, നിങ്ങൾ ഏതത് ഓതിയുണ്ട കിതാബ് നക്കാട്ടു, നാനും നോക്കല്ലേ, നക്കും സ്വീകരിക്കലേ. ആ സമയത്ത് ഫാത്തിമ ചെല്ല്, ലാ യമുസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ, അത് ശുദ്ധിയില്ലാത്ത ആൾമാർക്ക് തുടങ്ങും സാധ്യമല്ലല്ലേ, നിങ്ങൾ ശുദ്ധിയാവാൻ പോയിട്ട് കുളിച്ച് നല്ല ഫ്രഷായിട്ട് എല്ലാം ശുദ്ധിയായിട്ട് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പോണ്ട് കുളിച്ചിട്ടാകുമ്പോൾ കയ്യിൽ കൊടുക്കൊരു ഫാത്തിമ ബിൻതുൽ ഖത്താബ്. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹു അൻഹു കയ്യിൽ ഈ കിതാബ് കൊടുക്കും, മുസാഫ് കൊടുക്കും, പരിശുദ്ധ ഖുർആൻ. അത് കൊടുക്കലോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹു തുറന്ന് നോക്കുമ്പോൾ കിട്ടുമേ, ത്വഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ, നല്ല ആയത്ത്, നല്ല സൂറത്ത് കിട്ടുക അപ്പമേ. സുബ്ഹാനല്ലാഹ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് നബി തങ്ങളെ സമാധാനാക്കുന്ന ഒരു സൂക്ത, ത്വഹാ ചൊല്ല നബിയേ, മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ, ഈ പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഞങ്ങൾ ഇറക്കിരോ, നിങ്ങളൊരു നിർഭാഗ്യനായ ആൾ, ഈ ലോകത്തെ കഷ്ടങ്ങൾ അനുഭവിക്കണു, ഈ ലോകത്തെ പ്രയാസങ്ങൾ അനുഭവിക്കണു ചെല്ല ഉദ്ദേശത്തിൽ അല്ല. പിന്നെ നിങ്ങളോ കൊണ്ട് ഈ ലോകത്ത് ഒരുപാട് നന്മകളുണ്ടാവണം, അതുമൂലം നിങ്ങൾക്ക് ആഖിറത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ കിട്ടണോ, അതൊക്കെ വേനായിട്ട് ഞങ്ങൾ ഈ പരിശുദ്ധ ഖുർആൻ ഇറക്കിരോ. ഒന്നും ഇവിടെയുള്ള അനാഗരിക മനുഷ്യന്മാർ നല്ല നാഗരികരാവണു, നല്ല സംസ്കാര കെട്ടങ്ങ നല്ല സംസ്കാരയുക്ത മനുഷ്യന്മാരാവണു, നല്ല സംസ്കാരത്തിലും നല്ല സ്വഭാവത്തിലും നല്ല ഗുണങ്ങളും എല്ലാത്തിലും നല്ല രൂപത്തിൽ മനുഷ്യ സമൂഹം ജീവിക്കണു. അതൊക്കെ വേനായിട്ട് പരിശുദ്ധ ഖുർആൻ ഇറക്കിരും. അല്ലാണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടാക്കുകയല്ല, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾക്ക് ആഖിറത്തിൽ ഉന്നത പദവി തറകുവാനായിട്ട് പരിശുദ്ധ ഖുർആൻ ഇറക്കിരോ ചൊല്ലോ. ആ ഒരു വ്യാഖ്യാന രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ ത്വഹാ സൂറത്തിൽ ഇങ്ങനെ തുടങ്ങുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സുകത് നാട്ടിപ്പോണ്ടു. കാരണം ಅಲ್ವತ್ತಿಂಡವನು ಗೊಂತು ಅರಬಿ ಸಾಹಿತ್ಯ ಗೊಂತಿಂದವನಿಗೆ ಅದರ ಅನುಭವ ಆಡು ಅಲ್ಲ ತನಕದ ಅನುಭವ ಇಲ್ಲ. ಅದರ ಪಾಠ കേട്ടവലാവും ചിലപ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ശ്ലോക കേട്ടവലാവുന്നില്ല. ಅದರ ಉಳ್ಳಡಕಂ ಅದರ ಚಂದಂ ಅದರ ಸಾಹಿತ್ಯತ್ತೋ ಆ ഒരു പ്രകാഷ്ഠത്തെ ഗൊന്താവണമെങ്കിൽ ಅದರ ಬಗ್ಗೆ അറിഞ്ഞിട്ടുള്ള ആൾമാരാവണം. ഉമർ റളിയല്ലാഹു അൻഹു വലിയ സാഹിത്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങമേ ഉമർ റളിയല്ലാഹു അൻഹു അറബി ഭാഷാ തജ്ഞൻ, ആ വിഷയത്തിൽ വലിയ മദ്ഹ് ചെന്ന ഹദീസുകളുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് കേൾക്കലോടുകൂടി, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇത് കാണലോടുകൂടി ഷഹാദത്ത് കലിമ ചൊല്ലിട്ട് വിശ്വസിക്കരുത്. ആ ടൈമിൽ തീരുമാനാക്കട് ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കണം, മാ അഹ്സന ഹദൽ കലാം വമാ അക്രമഹു. സുബ്ഹാനല്ലാഹ്, എന്തൊരു കലാം ഇത്. അപ്പായിട്ട് ഖുർആൻ പഠിപ്പാട്ടി വേണ്ടിയിരുന്ന ഖബ്ബാബിനുൽ അറത്ത് റളിയല്ലാഹു അൻഹു എല്ലാം പറത്തുകൊണ്ടു. അയാൾക്ക് ഉറപ്പായിട്ട് ഏതായാലും ഇനി തൊന്തരയില്ല, ഇനി ഉമർ റളിയല്ലാഹു അൻഹു ഞങ്ങൾ അംഗീകരിക്കുക ചെല്ലിട്ട് ബഹുമാനപ്പെട്ട ഖബ്ബാബിനുൽ അറത്ത് റളിയല്ലാഹു അൻഹു പറത്തുകൊണ്ടുമല്ലേ. വകാന മുഖ്തഫിയ മാ അസ്ഹാബിഹി ഫി ദാരിൽ അർഖം.
അങ്ങനെ ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു നേരെ പോയിട്ട് ദാറുൽ അർക്കം റളിയല്ലാഹു ദാറുൽ അർക്കം ചെല്ല് ഔത്ത് കയറ്റിക്കിട് മഹാനായ അർക്കം റളിയല്ലാഹുവിൻ്റെ ഔത്തുലു അവിടെ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്യാമ്പ്, നബി തങ്ങളെ ഓഫീസ് അവിടെ വെച്ചിട്ടായിട്ട് നബി തങ്ങളെ എല്ലാ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നോ. പരസ്യമായിട്ട് എത്രത്തോളം നടന്നിട്ടില്ല. മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ അർക്കം റളിയല്ലാഹുവിൻ്റെ ഔത്തുക്ക് പോണ്ട് ദാറുൽ അർക്കം പോണ്ടു. അവിടെ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാതിൽ മുട്ടുമ്പോൾ എല്ലാവർക്കും ഒരു ആകെ ടെൻഷൻ. ഉമർ വന്നല്ലേ, ഉമർ വലിയ ശത്രുവല്ലേ ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലും, നിങ്ങൾ പേടിക്കണ്ട, ഇഫ്തഹു ലഹു, ബായിൽ തുറക്കുറ, നിങ്ങൾ ആയെങ്കും ഇങ്ങൊരു ധൈര്യമില്ല. ബായിൽ തുറന്നിട്ട് ജണ്ട് കയ്യിൽ പിടിച്ചോണ്ടാണ്. ജണ്ട് കയ്യിൽ ഇയാളെ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്കും പോയി നിപ്പാട്ടാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചില്ല, ഖല്ലു എന്ന് ബുഡറുണ്ട്. നബി തങ്ങൾ ഉറപ്പുണ്ട് ഇയാൾ ഇസ്ലാമത്തെ സ്വീകരിക്കാൻ വന്നതാണ്. ബുട്ടുപുടറുണ്ട്. വജദബഹു ഇലൈഹി ബി മജാമി ഖമീസ്, നബി തങ്ങൾ കമീസ് പിടിച്ചിട്ട് മുട്ട വലിച്ച് തിപ്പറപ്പുറമുണ്ട്. അങ്ങനെ വന്നിട്ട് അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ചെല്ല, അസ്ലിം ഇബ്നുൽ ഖത്താബ്, മുസ്ലിമാവൂ, ഷഹാദിലും ചെല്ലുകല്ല വന്നോ. ഫതഷഹദ ഉമറു, മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ ചൊല്ല്. സുബ്ഹാനല്ലാഹ്. ഫകബ്ബറൽ മുസ്ലിമൂന കബി തക്ബീറതൻ സമിഅത് ബിഫിജാജ് മക്ക, മുസ്ലിമീങ്ങൾ സന്തോഷത്തിൽ വലിയൊരു തക്ബീറോടുകൂടി തക്ബീർ എടീ മക്കത്തെ എല്ലാ തെരുവും അത് കേട്ടുപോയിത്ത്. അങ്ങനത്തെ ഒരു തക്ബീർ മുസ്ലിമീങ്ങൾ സന്തോഷത്തിൽ കൂട്ടിയാറ് എന്നിട്ട്. സുബ്ഹാനല്ലാഹ്. പിന്നെ മഹാന ഉമർ റളിയല്ലാഹു അൻഹു കേക്കട്, യാ റസൂലുള്ളാഹി അലസ്നാ അൽ ഹഖ്, ഞങ്ങൾ സത്യത്തെ മേലല്ലേ? കാല ഫമീമൽ ഇഖ്ഫാ, പിന്നെ എന്തെങ്കിലും ഇതിലൊക്കെ തെച്ചിട്ട് ഞങ്ങൾ ഒഞ്ചു നീക്കണം, പുറത്ത് പോയി നാണുള്ള ഇൻഷാ അല്ലാഹ്. ഫഖറജു സഫൈൻ, അങ്ങനെ രണ്ട് സഫായിട്ട് ആ ദാറുൽ അർക്കം റളിയല്ലാഹു അൻഹു ഔത്തറോ കഅബ ഷരീഫിനെ മുട്ട ഒരു റാലി. സുബ്ഹാനല്ലാഹ്. ഒരു സഫയുടെ കൊടിയിൽ ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ, പിന്നൊരു സഫയുടെ കൊടിയിൽ ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ രണ്ട് ലൈനായിട്ട് വലിയ തക്ബീറും കൂട്ടിയിട്ട് റാലി ഇങ്ങനെ കഅബ ഷരീഫിനെ മുട്ട പോണ്ടു. സന്തോഷത്തെ സമയത്തിലുണ്ടാവുന്നതായിട്ട് ഈ റാലികളും തക്ബീറുകളും. അങ്ങനെ പോയിട്ട് കഅബ ഷരീഫിനെ മുട്ട പോയിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ ഷരീഫിനെ മുട്ട നിന്നിട്ട് ഒരു പേര് കൊടുക്കടു, അൽ ഫാറൂഖ്. മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പേര് അതായിട്ട് ഉമറുൽ ഫാറൂഖിൻ്റെ പേര്. ഫാറൂഖ് എന്നെങ്കിൽ സത്യത്വം അസത്യത്തിനിടയിൽ വേറെ ആക്കിടാളുണ്ട്. ഇപ്പോൾ എല്ലാവരും സത്യം കൊന്തയ്ത്ത് പരസ്യമായിട്ട് മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ഇസ്ലാമിനെ വെളിവാക്കിട്. ഇത് നബുവത്ത് 6ാമത്തെ വർഷ സഫർ തിങ്ങളിൽ കിട്ടിയോ വലിയൊരു സന്തോഷത്തെ ഒരു നിമിഷങ്ങളായിട്ട് ഇങ്ങട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതോടുകൂടെ ഇസ്ലാം പരസ്യമാക്കുക സ്റ്റാർട്ടായിട്ട്. അതിൽ പിന്നെ ഇസ്ലാം പരസ്യമാവുക സ്റ്റാർട്ടായിട്ട്. അങ്ങനെ ആയിട്ട് ഇങ്ങോട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനീ ദഅവത്ത് മുന്നൽ പോയിട്ടുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരെല്ലാം സ്വർഗത്തിൽ നമുക്ക് കാണും, അങ്ങനെ കൂടെ ഒരുമിച്ച് കൂടും. അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.